രാഹുൽ ഗാന്ധി വയനാട്ടിൽ അല്പം മുമ്പെത്തി. അദ്ദേഹം ഹെലികോപ്റ്ററിൽ വയനാട്ടിലിറങ്ങി. റോഡ് ഷോ അടക്കമുണ്ടാകും. സഹോദരി പ്രിയങ്ക ഗാന്ധിയും KPCCയുടെ AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട്. അല്പസമയത്തിനകത്ത് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ നടക്കും. മൂപ്പനാട് തലയ്ക്കൽ ഗ്രൗണ്ടിൽ ആണ് അദ്ദേഹം എത്തിച്ചേർന്നത്. LDF സ്ഥാനാർത്ഥി ആനി രാജയെ നാമനിർദ്ദേശപത്രിക നൽകുന്നുണ്ട്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി കാണാം. രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും ഒപ്പമാണ് അദ്ദേഹം ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖർ അവിടെ രാഹുലിനെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരൻ, അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് രാഹുൽ ഗാന്ധി വാഹനത്തിലേക്ക് കയറുന്നത്. ഡാൻ കുര്യൻ ചേരുന്നത്. ഡാൻ, ആവേശകരമായ സ്വീകരണമാണോ രാഹുലിന് പാർട്ടി പ്രവർത്തകർ നൽകിയത്? രഞ്ജിത്ത്, വലിയ ചൂടുണ്ട് കൽപ്പറ്റയിൽ. ആ ചൂടിനെ വെല്ലുന്ന ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ ഒരു നോക്കി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ കൽപ്പറ്റയുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരവും അതിന്റെ പരിസരവും ജനനിബിഡമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, വയനാട്ടിൽ നിന്ന് മാത്രമല്ല കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം റോഡ് ഷോയുടെ ഭാഗമായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരിക. ഈ വാഹനത്തിലായിരിക്കും. അതിൽ സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സുരക്ഷാ വലയത്തിനുള്ളിലാണ് ആ വാഹനം ഉള്ളത്. ആ വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ KC വേണുഗോപാൽ, K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ആ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കും. എന്തായാലും ഇവിടെ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. കനത്ത ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് ഒരുപാട് നേരം പ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി തന്നെ നേതാക്കൾക്ക് ിട്ടുണ്ട്. ഏതാണ്ട് 12 മണിയുടെ സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും ഈ ഇവിടുന്ന് റോഡ് ഷോ അവിടേക്ക് കടന്നു പോവുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതാണ്ട് 5 മിനിറ്റിനകത്ത് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഇവിടേക്ക് എത്തും. മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. വടക്കൻ കേരളത്തിൽ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള ഇന്നത്തെ കടന്നുവരവ് ആവേശമുണർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, വയനാട്ടിൽ ആവേശമുണർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ റോഡ് ഷോയുടെ ഭാഗമായി അണിനിരക്കുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകരെയാണ്. 4,35,000 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വയനാട്ടിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ വരുമ്പോൾ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളം അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു. എത്രയൊക്കെ വിമർശനങ്ങൾ ഉയർന്നാൽ പോലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം കേരളത്തിലെങ്കിലും കോൺഗ്രസിന് നൽകുന്ന ഊർജം ഗുണം ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ കാണുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആവേശമാണ്. ആവേശമുണർത്തിക്കൊണ്ടിരാ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിക്കഴിഞ്ഞു. രാഹുലിനൊപ്പം ഇന്ത്യക്കായി എന്ന തരത്തിൽ ഉള്ള എഴുത്തുകൾ നിറഞ്ഞ വാഹനങ്ങളും ഇവിടെയുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധിക്ക് റോഡ് ഷോ നടത്താനുള്ള വാഹനമാണ് തയ്യാറായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഒരുപക്ഷെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും K സുധാകരനും VD സതീശനും ഒക്കെ ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദൃശ്യങ്ങളിൽ കാണാം. എത്ര മണിയോടുകൂടി ഡാൻ റോഡ് ഷോ ആരംഭിക്കും? ഇപ്പോൾ തന്നെ പ്രവർത്തകരുടെ വലിയ ഒരു കൂട്ടം അവിടെ കാണാം. ആവേശം വലിയ തോതിലാണ്, ഉച്ചസ്ഥായിലാണ് പ്രവർത്തകർക്ക്. ഏതാണ്ട് 11 മണിയോടെ തന്നെ ഇവിടുന്ന് റോഡ് ഷോ ആരംഭിക്കുന്ന തരത്തിലായിരുന്നു ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. പക്ഷേ ഏതാനും മിനിറ്റുകളുടെ ഒരു വ്യത്യാസം കാണും. അങ്ങനെയാണെങ്കിൽ ഒരു 11:10 ഒരു പക്ഷേ 11:10 10 മിനിറ്റ് കൂടി വൈകി 11:10 റോഡ് ഷോ ആരംഭിക്കാനായിരിക്കാം സാധ്യത. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും
വലിയ തരത്തിലുള്ള പ്രവർത്തകരുടെ ആവേശം അത് രാവിലെ മുതൽ തന്നെ വലിയ കനത്ത തണുപ്പുണ്ടായിരുന്നു പുലർച്ചെ. ആ തണുപ്പിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകരാണ് മറ്റ് ജില്ലകളിൽ നിന്ന് അടക്കം കൽപ്പറ്റയിലേക്ക് എത്തിയത്. പിന്നീട് ആ തണുപ്പ് ചൂടിന് വഴിമാറുകയായിരുന്നു. വലിയ ചൂടുണ്ടിപ്പോൾ. ആ കറുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് അതിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് വയനാടിന്റെ മണ്ണും മനസ്സും എല്ലാം മാറുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഇവിടേക്ക് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി വലിയ തരത്തിലുള്ള ഒരു ആവേശം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹം ഇനി എത്ര തവണ വയനാട്ടിലേക്ക് എത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും പ്രചാരണത്തിന്റെ ഭാഗമായി പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പിച്ച സ്വീകരണം ഒരുക്കിക്കൊണ്ട് പ്രവർത്തകർ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. അതിന്റെ ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പരിച്ഛേദമായി മാറുകയാണ്. കാരണം നമുക്കറിയാം, മോദിക്കെതിരെ നേർക്കുനേർ പോരാട്ടത്തിന് കഴിഞ്ഞ 10 വർഷമായി രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന കോൺഗ്രസിന്റെ മുന്നണി അത് 2 തവണ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോഴും ഒട്ടും പിന്നോട്ട് മാറാതെ മോദി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത അടക്കം കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു. അതിനിടയിൽ ക്രൗഡ് ഫണ്ടിംഗ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്നെ കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിക്ക് ഇടയിലാണ് കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഇവിടെ വന്ന് നടത്തുക എന്ന ചോദ്യമുണ്ട്. വലിയ ആവേശത്തിൽ പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. രഞ്ജിത്ത്.